നമ്മൾ ഈ വയോജനത്തെക്കുറിച്ച് പറയുമ്പോൾ കുറച്ച് ചെറുപ്പക്കാർ വിട്ടിട്ടുണ്ട്. നമുക്ക് അവരുടെ ചില ആശങ്കകളും അവരുടെ ചില പ്രതീക്ഷകളും കൂടി പറയാം. നിങ്ങൾക്ക് പ്രതികരിക്കാനുള്ള സമയം കൂടിയാണ്. ബഡ്ജറ്റിനെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? SCMS യെസ് ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് പറയാം. ബഡ്ജറ്റ് ഞാൻ പ്രതീക്ഷിച്ചതിനകത്ത് ആരിലും ടച്ച് ചെയ്ത് പോകുന്നൊരു ഏരിയ ഉണ്ട്, ടൂറിസം. ആക്ച്വലി ഭയങ്കര പൊട്ടൻഷ്യൽ ഉള്ളൊരു സംസ്ഥാനമാണ് ടൂറിസം സംബന്ധിച്ചുള്ളത്. പക്ഷേ നമുക്ക് എന്നാൽ ആ പൊട്ടൻഷ്യൽ ഫുള്ളി യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളോ എന്നുള്ളത് ഭയങ്കര ക്വസ്റ്റ്യനാണ്. ആനയ്ക്ക് ആനയുടെ വലുപ്പം അറിയത്തില്ല എന്ന് പറയുന്ന പോലെ 400 കോടി മറ്റോ വെച്ചിട്ടുണ്ട് അല്ലേ? 400 കോടിയാണ്, 483. പക്ഷെ ഒരു അൺഓർഗനൈസ്ഡ് രീതിയിലാണ് പലപ്പോഴും നമുക്ക് ആ ഒരു രീതിയിൽ കേരളത്തിന് നമുക്ക് ടൂറിസം അത്തരം രീതിയിൽ പ്രൊജക്ട് ചെയ്ത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളിപ്പം ഒരു ഹിൽ റേഞ്ച് ഏരിയയിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോഴാണ് ചെറിയ രീതിയെങ്കിലും ഈ ഇൻഡിവിജ്വലി ആൾക്കാർ ഈ കുറച്ച് കുഞ്ഞു അഡ്വഞ്ചർ പാർക്സ് നോക്കുന്നത്. അതുപോലെ പലർക്കും ഹോം സ്റ്റേ തുടങ്ങണം താല്പര്യം ഉണ്ടാവും. പക്ഷേ അതിനൊക്കെ ഒരു ഫണ്ട് ഇത് എങ്ങനെ കൊണ്ടുവരണമെന്ന് അവർക്ക് അറിയത്തില്ല, അവർക്ക് അതിനെ ചാനൽ ചെയ്യാൻ അറിയത്തില്ല. എന്നാൽ ആ രീതിയിൽ ഹെൽപ്പ് ചെയ്തിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. രണ്ടാമത്തെ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ആർട്സ് കോളേജിൽ പഠിച്ച ഒരാളാണ്. സോ ആർട്സ് കോളേജിൻ്റെ ഫീസ് ഫുള്ളി ഇപ്പം എടുക്കുന്നത് തുച്ഛമായ ഫീസുള്ളൂ. അതിനേക്കാൾ ഉപരി ഒരു പക്ഷേ പ്രൊഫഷണൽ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഫീസ് ഏതെങ്കിലും തരത്തിൽ അതിൻ്റെ ഒരു ശതമാനമെങ്കിലും ബെയർ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ മൈഗ്രേഷൻ ഇപ്പോൾ പോകുന്നതെങ്കിലും തടയാൻ ശ്രമിക്കുന്നത്. കാരണം പലരും മൈഗ്രേറ്റ് ആവാൻ താല്പര്യപ്പെടാത്ത കാരണം എന്ന് പറഞ്ഞാൽ ഹ്യൂജ് ഫീസാണ്. എന്നാൽ ഞാൻ അവിടെ പുറത്തു പോയി കഴിഞ്ഞാൽ ഈ ഹ്യൂജ് ഫീസ് എടുത്ത് പുറത്തു പോയി കഴിഞ്ഞാൽ ആദ്യത്തെ വർഷം കൊണ്ട് പഠിച്ചു കഴിഞ്ഞ് ബാക്കി പാർട്ട് ടൈം ജോലി. ഒരു ഡിഗ്രി 2000 രൂപയ്ക്ക് ആർട്സ് ആൻഡ് സയൻസ്, ഫിലോസഫി, ഹിസ്റ്ററി പഠിച്ചിറക്കാം. അതേപോലെ മെഡിക്കൽ കോളേജിൽ പഠിച്ചിറക്കാൻ പറ്റില്ല. അതിന് വ്യത്യാസമുണ്ട്. ഒരു ആർട്സ് കോളേജിൽ പഠിച്ചിരിക്കുന്ന ജോലിയല്ല, അതിന് കിട്ടുന്ന ശമ്പളമല്ല ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുമ്പോൾ കിട്ടുന്നത്. ആ ഒരു ഡിഫറൻസ് ഉണ്ട്. കാരണം പ്രൊഫഷണൽ കോളേജിൽ പഠിക്കുമ്പോൾ കിട്ടുന്ന സാലറിയുടെ അതിൻ്റെ സ്റ്റാർട്ടിങ് അല്ല ഒരു ഡിഗ്രി പഠിക്കുക. അത് യൂഷ്വൽ, അത് എല്ലാവർക്കും അറിയാം, ജനറലി അറിയാവുന്നൊരു കാര്യമാണ്. സോ കുറച്ചും കൂടി ഒരു പ്രൊഫഷണൽ കോഴ്സുകൾക്ക് ഒരു എക്സംഷൻ അല്ലെങ്കിൽ സംതിങ് സബ്സിഡി പോലെ കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത്. ഓക്കെ, എനിക്കൊന്ന് അതിനകത്ത് അബിൻ കുറച്ചുകൂടി വ്യക്തമായിട്ട് മറുപടി പറയാൻ പറ്റും. അബിൻ, സർക്കാർ കോളേജുകളെന്നല്ല എല്ലാ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലെയും ബിരുദ വിദ്യാർത്ഥികൾക്ക് ഫ്രീ ആക്കിയിരിക്കുന്നു. ഇനി കേരളം ഇന്ത്യയിൽ തന്നെ ഡിഗ്രി വരെ പഠിക്കുന്നവർക്ക് സൗജന്യ വിദ്യാഭ്യാസമുള്ള സംസ്ഥാനമായി മാറുകയാണ് ബഡ്ജറ്റിലൂടെ. ഞാൻ അതിനെ സ്വാഗതം ചെയ്യുകയാണ്. നല്ല കാര്യങ്ങൾ എന്ന് പറയണല്ലോ. പക്ഷേ ഇവിടെ നിന്ന് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പോകുന്നതിനേക്കാൾ കൂടുതൽ പിള്ളേർ പുറത്തോട്ട് പോകാൻ മൈഗ്രേറ്റ് ചെയ്ത് അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഏതെങ്കിലും ഒരു പദ്ധതി ഉണ്ടോ? അവർ എന്തിനാണ് അവർ പുറത്തോട്ട് പോകുന്നത്? അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള പദ്ധതിയും നമ്മൾ ഉൾപ്പെടുത്തണമല്ലോ. രണ്ടാമത്തെ കാര്യം, ഈ ഇവിടെ 1-2 കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു പോയതിനെ കുറിച്ച് പറയാനുണ്ട്. അല്ല, ഫീസിന്റെ ഒരു തോത് വേറെ. ഞാൻ പറഞ്ഞു ഇപ്പോൾ ഫീസ് വളരെ തുച്ഛമായ ഫീസ്, താങ്കൾക്കറിയാവുന്ന ഒരു 1500 രൂപ 2000 രൂപ താഴെയാണ് ഫീസ്. അപ്പം എന്നാലും അത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നല്ലൊരു കാര്യമാണ്. അപ്പോൾ അത് മോശം കാര്യമൊന്നും പറയാനില്ല. വലിയ തുകയൊന്നും സർക്കാരിനൊരു ബാധ്യത വരുന്ന കാര്യമല്ല, അത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നല്ലൊരു കാര്യമാണ്. 2, ഇവിടെ ഈ സ്റ്റാർട്ടപ്പ് മേഖലയെ കുറിച്ച് പറഞ്ഞു. കാരണം ഈ സ്റ്റാർട്ടപ്പ് മേഖലയെ കുറിച്ച് മാത്രം പ്രതിപാദിക്കാൻ കാരണം എന്താ? ഈ സർക്കാർ ഏറ്റവും കൂടുതൽ പറയുന്നത് സ്റ്റാർട്ടപ്പിനെ കുറിച്ചാണ്. അതായത് വ്യവസായ മന്ത്രി വ്യവസായത്തേക്കാൾ കൂടുതൽ ഞാൻ സ്റ്റാർട്ടപ്പ് കൊണ്ടുവന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ മേഖലയിൽ നിന്നുള്ളവർ അത് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കണം. കാരണം എന്താ? ഇപ്പോൾ സ്റ്റാർട്ടപ്പ് മേഖലയിൽ കഴിഞ്ഞ കൊല്ലം ഞാൻ ഇവിടെ പറയുന്ന കണക്ക് മുഴുവൻ കഴിഞ്ഞ ബഡ്ജറ്റിലെ പെർഫോമിംഗ് ആണ്. നമ്മൾ ഒരു പേപ്പറിൽ കുറേ കാര്യം എഴുതി വെച്ചിട്ട് കാര്യമില്ലല്ലോ, എന്താണ് നടന്നതെന്നല്ലേ ആത്യന്തികമായി നോക്കേണ്ടത്. കഴിഞ്ഞ കൊല്ലം പറഞ്ഞ ഇപ്പോൾ ഗ്രാഫിക്സ് പ്രോസസ്സിംഗ് യൂണിറ്റ് GPU ഉണ്ടാക്കുമെന്ന് പറയും, അതിന് ഫണ്ട് അനുവദിച്ചു. ഇവിടെ എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം നടന്നിട്ടുണ്ടോ? ഇപ്പോഴും ഇവർ ഈ മറ്റേ ക്ലൗഡ് ക്രെഡിറ്റ് എവിടെ നിന്നാണ്? പ്രൈവറ്റ് കമ്പനീസിനെല്ലാം റിലേ ചെയ്യുന്നത്. ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയിട്ട് സർക്കാർ ഏതെങ്കിലും തരത്തിലൊരു ഇടപെടൽ നടത്തിയിട്ടുണ്ടോ? 2, ഗ്ലോബൽ കേപ്പബിലിറ്റി സെൻറ്റർ GCCകൾ, കോവർക്കിംഗ് സ്പേസ് പോലെ അല്ലെങ്കിൽ മറ്റു സ്പേസുകൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് ആകെ അനുവദിച്ച 5 കോടിയാണ്. 5 കോടി രൂപയ്ക്ക് ഇൻഫോ പാർക്കിൽ ഒരു സ്റ്റോറി പോലും കിട്ടില്ല. അത് വേറെ കാര്യം, അത് പോട്ടെ. 5 കോടി അനുവദിച്ചു. എന്നിട്ട് ഈ കേരളത്തിൽ ഈ പറയുന്ന GCCയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ളൊരു സംവിധാനം ഉണ്ടായിട്ടുണ്ടോ? 3, KSUM-നും ഫണ്ട് അനുവദിച്ചു എന്ന് പറയുന്നു. ഈ KSUM-ന് ഫണ്ട് അനുവദിക്കുമ്പോഴുള്ള പ്രശ്നം 50% പ്രത്യേക ഉത്തരവിലൂടെ ഇവിടെ നമ്മുടെ ട്രഷറി നിരോധനം പോലെ 50% മുകളിൽ ഒന്നും കൊടുക്കുന്നില്ല. KSUM-ൽ ഒരു ഫണ്ട് അനുവദിച്ചിട്ട് ആ ഫണ്ട് കിട്ടാൻ വേണ്ടി എത്ര മാസമാണ്? നിങ്ങൾ അതിൽ പ്രവർത്തിക്കുന്ന ആളുകളോട് ചോദിച്ചു നോക്ക്, എത്ര മാസം അവിടെ നിൽക്കണം? അപ്പോൾ പിന്നെ ഈ സ്റ്റാർട്ടപ്പിന് ഞങ്ങൾ അത് കൊടുത്തു ഇത് കൊടുത്തു എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റ് പേപ്പറിൽ കൊടുത്തിട്ട് കാര്യമുണ്ടോ? ആളുകളുടെ കയ്യിലായിട്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ് വിഷയം. അവിടെയാണ് ഈ പെർഫോമിംഗ് ഓഡിറ്റ് നടത്തണമെന്ന് പറയുന്നത്. ഈ 2 കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, അതല്ല പ്രോബ്ലം. ബേസിക്കലി കൊടുക്കുന്നത് പല ട്രാൻച്ച് ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഫണ്ട് ഇമ്മീഡിയറ്റ്ലി ആക്സസിബിൾ അല്ല. അത് തന്നെയാണ് എനിക്ക് ഒരു സ്റ്റാർട്ടപ്പിന് വേണ്ടിയിട്ട് ഈ മാസം
50 ലക്ഷം രൂപ വേണം അല്ലെങ്കിൽ 10 ലക്ഷം വേണമെങ്കിൽ എനിക്കത് ഈ മാസം കിട്ടിയിട്ടല്ലേ കാര്യമുള്ളൂ. അല്ലാതെ അടുത്ത കൊല്ലം ഈ മാസം കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. അത് കൃത്യസമയത്ത് കൃത്യം പോലെ കിട്ടുന്നില്ല. അത് കിട്ടാത്തതിൻ്റെ പല കാരണങ്ങളിൽ ഒന്നാണ് ഈ ട്രഷറി നിരോധനം പോലെ 50% നിരോധനം വെച്ചിരിക്കുന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാരണം. ഈ രണ്ട്, അവിടെ ബഹുമാനപ്പെട്ട സാറ് പറഞ്ഞു പഞ്ചായത്തിൻ്റെ ഫണ്ടുകൾ പ്ലാൻ ഫണ്ടിൽ വരുന്നില്ല. ഞാൻ മനസ്സിലാക്കുന്നത് പഞ്ചായത്തിൻ്റെ പ്ലാൻ ഫണ്ട് അലോക്കേഷനാണ് ഏറ്റവും കൂടുതൽ. മെയിൻ്റനൻസ് ഫണ്ടും അല്ലെങ്കിൽ മറ്റ് ചില ഫണ്ടുകൾ മാത്രമാണ് പ്ലാൻ ഫണ്ടിൽ വരാത്ത. ഡെവലപ്മെൻറ്റ് ഫണ്ടാണ് പഞ്ചായത്തിന് വേണ്ടി അനുവദിക്കുന്ന ബഡ്ജറ്റ് അലോക്കേഷനിലെ പ്രധാനപ്പെട്ട തിരിവ് എന്ന് പറയുന്നത്. അത് പ്ലാൻ ഫണ്ടിൽ തന്നെ വരുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനത് പെടില്ല എന്ന് പറഞ്ഞില്ല. ഈ 38% അലോക്കേഷൻ അല്ല, ഈ യൂട്ടിലൈസേഷനിൽ പഞ്ചായത്തിന്റെ കണക്കുകൾ വന്നിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. അല്ല, അങ്ങനെയല്ല. ഈ 38% ഈ കഴിഞ്ഞ ക്വാർട്ടർ വരെ വന്നിട്ടുണ്ടാവും, ഡിസംബർ വരെ വന്നിട്ടുണ്ടാവും. ഇനി വരാനുള്ളത് ഈ പറയുന്ന 3 മാസത്തിലേ വരാനുള്ളൂ. അപ്പോൾ ആ 38% അത് വരും. പക്ഷേ അവർ പറയുന്നത് എന്ന് വെച്ചാൽ, സർക്കാർ പറയുന്ന ഒരു കണക്കെന്ന് പറയുന്നത് നിങ്ങൾ മാർച്ച് മാസം വരെ കാത്തിരിക്കൂ. കാരണം ഈ ബില്ലുകളെല്ലാം മാറുന്നത്, പണി ചെയ്ത് വരുന്നത് ഈ ഫിനാൻഷ്യൽ ഇയറിന്റെ അവസാനമാണ്. അപ്പോൾ ഒരു 20-25% അധികം വരും. അതായത് നമ്മൾ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ മാത്രമല്ലല്ലോ നമ്മൾ ഈ മാർച്ച് മാസത്തിലും ജനുവരി ഫെബ്രുവരി മാർച്ച് മാസത്തിൽ ബില്ല് മാറുന്നതും പണി തീരുന്നതും കാണുന്നത്. നമ്മുടെ ഒരു യൂഷ്വൽ പാറ്റേൺ വെച്ചിട്ട് ഒരു 10% അല്ലെങ്കിൽ 12% 15% കൂടുതൽ ഇനി വരാനില്ല. പ്രത്യേകിച്ച് ഈ സർക്കാർ ഈ ട്രഷറി നിരോധനം ഏർപ്പെടുത്തി. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ മാർച്ച് മാസത്തിൽ മാർച്ച് 31 കഴിഞ്ഞ് നിങ്ങൾക്ക് 3 ലക്ഷം രൂപ കൂടുതൽ ഒരു പണം പോലും മാറി കിട്ടില്ലെന്ന് ട്രഷറിയിൽ നിന്ന്. ഇത് എല്ലാവരും അനുഭവസ്ഥരല്ലേ. നിങ്ങൾ ഈ നാട്ടിലെ സാധാരണ കരാറ് പണിക്കാരോട് ചോദിച്ചു നോക്ക്, എത്ര രൂപ അവർക്ക് കിട്ടാനുള്ളത്? എത്ര ആൾ എന്നിട്ട് എപ്പോഴാണ് കൊടുക്കുന്നത്? 6 മാസം കഴിയുമ്പോൾ കൊടുക്കും 5% ഡിസ്കൗണ്ട് ചെയ്യാമെന്ന്. എന്തിനാണ് ഡിസ്കൗണ്ട് ചെയ്യുന്നത്? ഒരുത്തൻ പണിയെടുത്ത് കഴിഞ്ഞ് അവൻ 6 മാസം കഴിഞ്ഞ് 6 മാസത്തെ പലിശയും പോയി കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞ് പണം കൊടുക്കുമ്പോൾ പറയാണ് 5% ഡിസ്കൗണ്ട് ചെയ്ത് തരാമെന്ന്. എന്ത് ന്യായമാണ് അതിനകത്തുള്ളത്? അപ്പോൾ പിന്നെ എന്ത് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റാണ് ഇതിനകത്തുള്ളത്? അതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുള്ളത് അരുൺ. കാരണം